കഥ മാജി കരയാൻ കഴിവ് നഷ്ടപ്പെട്ട ഒരാൾ. രചന ഇക്ബാൽ റീമസ്. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉറങ്ങുകയാണെന്നേ തോന്നൂ. സഹനത്തിൻ്റെ ഉപ്പുനീര് ഇപ്പോൾ ആ കണ്ണുകളിൽ ഇല്ല. അയാൾ പതിയെ അവളുടെ പേര് ചൊല്ലി വിളിച്ചു, അമാങ്ക, അമാങ്ക. പക്ഷെ അവൾ കണ്ണു തുറന്നതേയില്ല. അയാളുടെ മകളാകട്ടെ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിട്ടുണ്ട്. കണ്ണടച്ചു കിടക്കുന്ന സ്ത്രീ, സമീപം ഭർത്താവ്, മകൾ. മകളുടെ കരഞ്ഞ മുഖം. ഡോക്ടർ ഉറങ്ങുന്ന ആ സ്ത്രീയുടെ മുഖത്തേക്ക് വെള്ളത്തുണിയിട്ടുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, എല്ലാം കഴിഞ്ഞു. മകൾ അമ്മേ എന്ന് വാവിട്ടു കരഞ്ഞു. അയാൾ കണ്ണുകൾ ഇറുക്കിയിടച്ച് കുത്തിയെഴുകാൻ തുടങ്ങിയ കണ്ണീരിൻ്റെ പുഴയെ തടയാൻ ശ്രമിച്ചു. എന്നിട്ടും അയാളുടെ കണ്ണുകളിൽ നിന്ന് നീർ ഒലിച്ചിറങ്ങി. പക്ഷെ അപ്പോഴും അയാൾക്ക് കരയാൻ കഴിഞ്ഞിരുന്നില്ല. മകൾ വാവിട്ടു കരയുക തന്നെയാണ്. 12 വയസ്സല്ലേ അവൾക്കായുള്ളൂ. ദുഃഖം സഹിക്കാൻ അവൾക്ക് കെൽപ്പില്ല. അയാൾക്ക് മകളെപ്പോലെ പൊട്ടിക്കരയണമെന്നുണ്ട്, സങ്കടങ്ങൾക്കൊരു അയവ് ലഭിക്കാൻ. പക്ഷേ അതിനു കഴിയുന്നില്ല. ജീവിതവുമായുള്ള പോരാട്ടത്തിൽ കരയാനുള്ള അയാളുടെ കഴിവ് എന്നെ നഷ്ടപ്പെട്ടിരുന്നു. നീരണിഞ്ഞ കണ്ണുകളാൽ കലങ്ങിയ കാഴ്ചയായി അയാൾ അത് കണ്ടു. തൻ്റെ പ്രാണസഖിയെ മുഷിഞ്ഞ ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടുന്നു. കൊണ്ടുപോയിക്കോളൂ, ദയ ഏതുമില്ലാതെ ഡോക്ടർ പറഞ്ഞു. എങ്ങനെ? അയാൾ ചോദിച്ചു. ഇവിടെ ആംബുലൻസ് ഇല്ല. കാലഹന്തിയിലേക്ക് 60 കിലോമീറ്ററുണ്ട്. അത് ഞങ്ങൾക്കറിയേണ്ടതില്ല. ഇവിടെ വണ്ടിയില്ല. എൻ്റെ കയ്യിൽ വേറെ വണ്ടിക്ക് കാശില്ല. കാശുണ്ടായാൽ പോലും അധികമാർ ഞങ്ങളെ വണ്ടിയിൽ കയറ്റുകയുമില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകുക, അത്ര തന്നെ, ഡോക്ടർ കണിശം പറഞ്ഞു. ഈ നട്ടുച്ചയ്ക്കോ? എന്തു ചെയ്യേണ്ടു എന്ന് ശങ്കിച്ചു നിൽക്കെ ആരെല്ലാമോ ചേർന്ന് ആ പുതിക്കെട്ട് അയാളുടെ ചുമരിൽ വെച്ചുകൊടുത്തു. അവർക്ക് അതൊരു പാഴ് വസ്തു മാത്രമാണ്. അയാൾക്കാകട്ടെ പാതി വഴിയിൽ തന്നെ പിരിഞ്ഞുപോയ പ്രാണസഖയും. അയാളുടെ മനം നൊന്തു. പിന്നീട് അയാൾക്ക് ഒന്നും ആലോചിക്കാനുണ്ടായില്ല. പാതിയിൽ പിരിഞ്ഞ ജന്മപുണ്യത്തെ ചുമരിലേറ്റി അയാൾ നടന്നു, കരളുറപ്പോടെ. അയാളുടെ ശരീരത്തിന് ആ ഭാരം താങ്ങി നടക്കാനുള്ള കെൽപ്പില്ലാതിരുന്നിട്ട് കൂടി അയാൾ നടന്നു, ചങ്കുറപ്പോടെ. മകൾ തേങ്ങിക്കൊണ്ട് മറ്റു സാധനങ്ങളും താങ്ങിപ്പിടിച്ചുകൊണ്ട് അയാൾക്ക് പിറകെ ഇറങ്ങി നടന്നു. വിജനമാണ് വഴി, അധികവും വാഹനങ്ങൾ ഒന്നുമില്ല. എത്ര നേരം, എത്ര ദൂരം എന്ന് വെച്ച് അയാൾ നടക്കും? നടന്ന് വശം കെടുമ്പോൾ അയാൾ പാഴ് തുണിക്കെട്ട് പോലുള്ള അയാളുടെ പ്രാണസഖിയുടെ ശരീരം ആയാസപ്പെട്ട് നിലത്തിറക്കി വയ്ക്കും. എന്നിട്ട് 10-20 നിമിഷം കുന്തിച്ചിരിക്കും, കാലിൻ്റെ കഴപ്പും കിതപ്പും ക്ഷീണമൊന്നും അകറ്റാൻ. മകളും അല്പനേരം വിശ്രമിക്കും. ശേഷം വീണ്ടും ഭാര്യയുടെ മൃതശരീരം ചുമലിലെടുത്ത് വെച്ച് നടപ്പ് തുടരും. അപ്പോഴെല്ലാം മകൾ അയാളോട് ചോദിക്കും, അച്ഛാ, അമ്മയ്ക്ക് വേദനിക്കോ? ആവോ, വേദനിക്കുമായിരിക്കും. ഇടർച്ചയോടെ അയാൾ ബാക്കി കൂടി പറയും, എന്നും അവൾക്ക് വേദന മാത്രമാണ് ഞാൻ നൽകിയത്. സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞു തുടങ്ങുന്നു. അവർ ഒരിറ്റു വെള്ളം 1 മണി വറ്റോ ഇതുവരെ കഴിച്ചിരുന്നില്ല. കാശില്ല. മാത്രവുമല്ല, ശവയാത്രയാണ് താനും. അവർ പകുതി ദൂരത്ത് എത്തിയപ്പോഴേക്ക് ഏതോ ഒരു ചരക്ക് വണ്ടി അഭയമായി കിട്ടി. ആ ചരക്കുകൾക്കൊപ്പം ഒരു പാഴ്വസ്തു പോലെ അയാളുടെ പ്രിയതമയുടെ ശരീരവും. സന്ധ്യയോടെ അയാൾ തൻ്റെ ഗ്രാമമായ ഭവാനിപ്പട്നയിലെ കാലഹന്തിയിലെത്തി. അയാളുടെ അയൽക്കാർ അയാളെ നിൽക്കുകയായിരുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. അവരെല്ലാം ചേർന്ന് ഒരു വെളിമ്പ്രദേശത്ത് വലിയൊരു കുഴിയെടുത്ത് അയാളുടെ പാതയെ അതിലിളക്കി മണ്ണിട്ടു മൂടി. അയാൾക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടായിരുന്നില്ല, കഴിയുമായിരുന്നില്ല. രാത്രി കറുത്തു വന്നു. ഭാര്യയെ ശവമടക്കി വന്ന അയാൾ കട്ടിലിൽ ഇരുന്നതേ ഓർമ്മയുള്ളൂ. ദുഃഖവും തളർച്ചയും അയാളെ ഉറക്കത്തിലാഴ്ത്തി. മകൾ കരഞ്ഞു എപ്പോഴേ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. എല്ലാം മറന്നുറങ്ങുന്ന അയാളെ ആരോ വന്ന് തട്ടി വിളിച്ചു. എണീക്കൂ മാജി, എണീക്കൂ. എന്തുറക്കമാണിത്? കണ്ണെന്ത് തുറന്നപ്പോൾ അയാൾ കണ്ടു, തനിക്കരികെ ഭാര്യ ഇരിക്കുന്നു. അവൾ ചോദിക്കുന്നു, മാജി, നമ്മൾ മനുഷ്യരാണോ? അതെ, അയാൾ പറഞ്ഞു. എല്ലാ മനുഷ്യരെയും പോലെ തന്നെയല്ലേ നമ്മളും? അവൾ വീണ്ടും ചോദിക്കുന്നു. അല്ല അമാങ്ക, അല്ല, അയാൾ പറഞ്ഞു. എല്ലാ മനുഷ്യരെയും പോലെയല്ല നമ്മൾ. പിന്നെ? അമാങ്ക ആശ്ചര്യപ്പെട്ടു. അയാൾ ദുഃഖത്തോടെ പറഞ്ഞു, നമുക്ക് ജാതിയുണ്ട്, പണമൊട്ടുമില്ല താനും. അതുകൊണ്ട് നമ്മൾ മനുഷ്യരല്ലാതാകുമോ? ഭാര്യ ചോദിച്ചു. എനിക്കറിയില്ല, അയാൾ പറഞ്ഞു. ഒരു ദീർഘനിശ്വാസം മുതിർത്തുകൊണ്ട് അമാങ്ക പറഞ്ഞു, എന്തോ ആവട്ടെ. രാവും പകലും വെച്ചു നീട്ടുന്നതെന്തോ അത് അനുഭവിക്കുക തന്നെ, അല്ല അതെന്ത് ചെയ്യാൻ, അല്ലേ? നിങ്ങൾ കിടന്നോളൂ, അല്പം ഉറങ്ങിക്കോളൂ. ഭാര്യ പറയുന്നത് അയാൾ മിഴിച്ചിരുന്ന് കേട്ടു. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്, മോളെ വിഷമിപ്പിക്കരുത്, സങ്കടത്തോടെ അമാങ്ക പറഞ്ഞു. അവൾക്കിനി നിങ്ങൾ മാത്രമേയുള്ളൂ. വിഷാദത്തോടെ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി അയാൾ
മിണ്ടാതിരുന്നു. നേരം പുലരാറായി. ഞാൻ പോകുകയാണ്. എന്തു പറയേണ്ടു എന്നറിയാതെ അയാൾ അന്തിച്ചിരിക്കെ അമാങ്ക കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു തുടങ്ങി. പോകരുതേ അമാങ്ക, പോകരുതേ എന്ന് പറയണമെന്നുണ്ട് അയാൾക്ക്. തുറന്നു പിടിച്ച വായിൽ നിന്നും വാക്കുകൾ ഒന്നും പുറത്തേക്ക് വന്നില്ല. അയാൾക്ക് വല്ലാത്ത കരച്ചിൽ വന്നു. പൊട്ടിക്കരയണമെന്നുണ്ട്, പക്ഷേ അതിനും കഴിയുന്നില്ല. കരയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട അയാൾ നേരം പുലരുന്നത് കാത്തിരുന്നു.